ഗുഡ് മോർണിംഗ് ഗായ്സ്. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇല്ല എന്നെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നേരെ പോയി നമ്മൾ ഗോഡൗണിക്കാണ്. കാരണം ഓർഡർ കിട്ടിയത് ഗോഡൗണിക്ക് എത്താനാണ്. വണ്ടി എടുത്ത് നേരെ കടയ്ക്ക് പോകാനാണ് ഓർഡർ കിട്ടിയത്. നമ്മളെ വണ്ടിയിലിരിക്കുമ്പോൾ വേറൊരു ഫീലിംഗ് തന്നെ. മറ്റേ രാജാവ് പല്ലക്കിലിരിക്കണ വരെ വല്ല എന്തോ ഉയരത്തിലിരിക്കണ ഫീലിംഗ് ആണ് തന്നെ. നമ്മൾ താഴത്തെ ഇരിക്കണത് വേറെ വിഷയം. അങ്ങനെ വണ്ടി എടുത്ത് നേരെ കടയിലേക്കാണ് വിട്ടത്. കടയിലെത്തിക്കുമ്പോൾ നമ്മളൊന്നും കാണുന്ന കാഴ്ചകൾ തന്നെ ഒരു മാറ്റമില്ല. ബിക്കേക്ക് അത് അവിടെ തട്ടണ ഷിയാബാ കട ഇരിക്കണം. പിന്നെ എന്തോ കാട്ടണ് ഭായിമാരുടെ സാധനങ്ങൾ മേലെ കാട്ടണ്. ഒരു മാറ്റവും ഇല്ലല്ലോ. പിന്നെ നമ്മൾ നേരെ പോയത് ഒരു പെരീക്കാണ്. ഈ പെര കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഇത് ഉണ്ടാക്കണൊക്കെ അവിടെ മനസ്സിൽ ആഗ്രഹിച്ചുണ്ടാക്കി ഞാൻ മുൻവശം സിറ്റൗട്ടൊക്കെ നോക്കി. പിന്നെ നേരെ ഗാർഡനൊക്കെ പണിയെടുക്കണുള്ളൂ കേട്ടോ. രസമായിട്ട് ഒരു ആഗ്രഹിച്ച കൊലത്തിൽ ഉണ്ടാക്കിയേക്കാരം. അവൻ കഴിഞ്ഞ് ഇന്ന് കണ്ടനൊന്നും കിട്ടിയില്ല. പക്ഷേ ലോഡ് അടിച്ച് പെരീക്ക് നോമ്പറക്കാൻ എത്തിയപ്പോൾ ഇവിടെ നോമ്പറക്കണതിന് മുമ്പ് ഒരാൾ അത്തേക്കള്ളത്തിങ്ങനെ ചായ പിന്നെ നേരെ പോയത് അടുക്കളയ്ക്ക് ഉണ്ടെന്ന് സ്പെഷ്യൽ നോക്കാൻ നിരത്തേരാവായതുകൊണ്ട് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിണ്ടാവും അറിയാം. നേരെ പോയിക്കപ്പോൾ എല്ലാ കൊല്ലത്തെ പോലെ ഈ കൊല്ലം നെയ്യപ്പം ഉണ്ടാക്കിയാണ്. കൽത്തപ്പല്ല, ഏലക്കപ്പല്ല, അത്തേക്കപ്പല്ല, ഒരപ്പല്ല, നെയ്യപ്പം മാത്രം. എല്ലാ കൊല്ലത്തെയും പോലെ ഈ കൊല്ലം ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല രസമുണ്ട്. അതും കഴിഞ്ഞ് എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയാലെന്ന് വിചാരിച്ചു രാത്രി നേരെ ഭയങ്കര അങ്ങാടിക്ക് ഇറങ്ങി. കണ്ടന്റ് കിട്ടാൻ മാത്രമല്ല ഹോസ്പിറ്റലിൽ പോകണ്ടായി, ഇക്ബാൽ ഡോക്ടറെ അടുത്ത് പോകണ്ടായിരുന്നു. തൊള്ളിയിൽ നന്നായിട്ട് മുന്നായിട്ട് ഇവിടെ പോകുമ്പോൾ നല്ല ആശ്വാസം. ഡോക്ടറെ കണ്ടാൽ തന്നെ നമ്മൾ പകുതി അസുഖം മാറുന്നുള്ള പറഞ്ഞാൽ മതിയാണ്. ഇവിടെ പോയാൽ നല്ല രസം. നല്ല എ സിയിലെ കുത്തുന്നിട്ട് കാര്യമായിട്ട് പോകണത് ആൻറ്റിക്ക് ഇതായി ടോമഞ്ചേരി കാണാൻ. ടോമഞ്ചേരില്ല, അനിമൽ പ്ലാന്റ് കാണാൻ. എന്താ രസം. അവിടെ ഇങ്ങനെ കുത്തുന്ന കാത്തിരുന്നാലും നമുക്ക് മടുക്കൂല. കുറെ ആളുകളുണ്ടാവും. ഇന്നിപ്പോൾ എന്താ 27 ആളുകളൊന്നും കാണില്ല. ഏതായാലും കുറച്ചേരം ഇരുന്ന് ആദ്യം ബുക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ഡോക്ടർ വന്ന് നമ്മൾ ഡോക്ടറെ കാണിച്ച് അവിടെ നേരെ പുറത്തിറങ്ങി. ലിയാനയിലോട്ട് നമ്മൾ കയറാൻ പോണത്. അതിന് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. പെണ്ണുങ്ങൾക്ക് പിന്നെ ഡ്രസ്സ് എടുത്തോളവർക്ക് വേറെ ഡ്രസ്സിൻ്റെ ആവശ്യമില്ലല്ലോ. ഓളതാ മറ്റേ പ്ലാസ്റ്റിക് ഫ്ലോറൊക്കെ മണത്തോക്കുണ്ട്. എന്താ ചെയ്യാം, മണമില്ലാന്ന് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ നേരെ ലിയാനിക്കാണ് കയറി. പഠിച്ചോനെ പെണ്ണുങ്ങളെപ്പല്ല സാധനം എടുക്കാൻ പോകണം. ഇതെങ്ങനെ വല്ലതും കിട്ടുമോ? ഒന്ന് കിട്ടുമ്പോൾ അതിന്റെ കളർ ചേഞ്ച് ഉണ്ടോ ചോദിച്ചും, വേറെ ഒന്ന് കിട്ടുമ്പോൾ അതിന്റെ ബെൽറ്റ് ചോദിച്ചും, പിന്നെ കിട്ടുമ്പോൾ അതിന്റെ ചെറുതുണ്ടോ ചോദിച്ചും. ഏതായാലും ഓരോ തപ്പി ഒരു ഡ്രസ്സ് നോക്കി, ഉടുപ്പ് നോക്കി, കുപ്പായം നോക്കി, ടോപ്പ് നോക്കി. അവസാനം കിട്ടിയത് ഒരു പാന്റ് മാത്രമാണ്. ആ പാന്റ് കൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വേറെ കുപ്പായം നോക്കി. അത് നോക്കിയപ്പോൾ അതിന്റെ സെല്ലാണ്. അവസാനം ഉടുപ്പ് നോക്കണ പോലെയാണ് ഈ കാണുന്നത്. എന്നിട്ട് എന്തെങ്കിലും കിട്ടും, എന്നിട്ടൊന്നും കിട്ടില്ല. വെറും കൃത്യ പാന്റ് കൊണ്ട് എന്ത് നേരെ തിരിച്ച് വരികയാണ് പോകുന്നത്. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അവിടെ നിന്നൊക്കെ വരുന്നതാ വീണ്ടും പത്രിക എഴുതുന്നു. അത്രയും തിണ്ടി പോയിട്ടും ഒരു തേൻ കിട്ടിയില്ല. ആകെ ഒരു പാൻറ്റാണ് കിട്ടിയത്. നാളെ വീണ്ടും കഴുത്തിലേക്ക് ഇറങ്ങണം. വരുന്നതാ പോതിട്ട് എല്ലാം കിട്ടിയാൽ മതി. സോ ലോട്ട്സ് ഓഫ് ലവ്, സ്നേഹം മാത്രം. ഈ എൻ്റെ അടുത്തിരിക്കുന്ന സാധനം ഉണ്ട്. അതിന് എന്തൊക്കെയാണ് വേണ്ടിയല്ല. കടിസാമാനം ഇവിടെ ഉള്ളതും ഇല്ലാത്തൊക്കെ വേണം. Daipan 2.0. Bye.